ശ്രേയസ് തിരുമേനി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടിയെ ആദരിച്ചു. അനുമോദന യോഗവും ആദരിക്കൽ ചടങ്ങും വാർഡ് മെമ്പർ KD പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. വായിച്ചു കൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ അതിൻ്റേതായിട്ടുള്ള വികാസം വളരെ വലുതാണെന്ന് പറയാം. സാമൂഹിക സേവന രംഗത്തായാലും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിലായാലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണെന്ന് കാണാൻ പറ്റും. പ്രാരംഭഘട്ടത്തിൽ നമ്മൾ SLC എടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിക്കുക. SLC കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി, MA, അത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള BEd, MEd, മറ്റ് ഇതര വിഷയങ്ങളിൽ ചെയ്യാം. അതും കഴിഞ്ഞാൽ MPhil എടുക്കാം. MPhil എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് PhDയിലേക്ക് കടക്കാം. PhD കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ഡോക്ടറേറ്റ് ആണ്. പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ഡോക്ടറേറ്റ് വിവിധ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഡോക്ടറേറ്റ് നേടിക്കൊണ്ടിരിക്കാം. ഇവിടെ പ്രിയപ്പെട്ട സാമുവൽ അച്ഛൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസ തലങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, MPhil ഉണ്ട്, MEd ഉണ്ട്, BEd ഉണ്ട്, PhD ഉണ്ട്. അധ്യക്ഷ ഭാഷണത്തിലൂടെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞതുപോലെ ഇതേ വിഷയത്തിലോ ഇതര വിഷയങ്ങളിലോ ഡോക്ടറേറ്റ് കൂടി എടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യവും അഭിപ്രായങ്ങളും നൽകാൻ അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ. ഫാദർ ജോൺ കയത്തിങ്കൽ, VV നളിനാക്ഷൻ, സജി തോട്ടത്തിൽ, സെബാസ്റ്റ്യൻ വാലുമേൽ, സിനോജ് ഊന്നുകല്ലേൽ, സാലു പാലാത്തറ, മഞ്ജു ജേസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ വെച്ച് വയനാട് ദുരിതബാധിത പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തനം കാഴ്ചവെച്ച റോബിൻ MAയെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൻ്റെ സമ്പാദ്യക്കുടുക്ക സംഭാവന ചെയ്ത ആദിദേവ് എന്ന കുട്ടിക്ക് സൈക്കിൾ വാങ്ങി നൽകിയ സിജോ കുഴിക്കാലായെയും ആദരിച്ചു. മറുപടിയായി ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി പ്രസംഗിച്ചു. അടിമത്ത ജനതയായിട്ട് മാറി, പക്ഷേ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ രാജ്യം വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഠനം കേന്ദ്രീകരിക്കപ്പെടുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2003 രൂപപ്പെടുത്തിയ ഊരുകൂട്ടം എന്നുള്ളൊരു പദ്ധതിയാണ്. നമ്മുടെ അയൽക്കൂട്ടം പോലെ അല്ലെങ്കിൽ ഗ്രാമസഭ പോലെയുള്ള ഒന്ന് നമ്മുടെ ട്രൈബൽ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവർക്കൊക്കെ ഊരുകൂട്ടം എന്നുള്ളൊരു പരിപാടി പണ്ട് കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അതിന് ഊരുമൂപ്പനുണ്ടായിരുന്നു, ഊരുകൂട്ടമുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾ അവിടെ തന്നെ തീരുമാനമെടുത്ത് അവരുടെ തന്നെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളെയും ഏകീകരിക്കുവാനായിട്ടുള്ളൊരു പദ്ധതി അവർ ഊരുകൂട്ടത്തെ രൂപപ്പെടുത്തും. പക്ഷേ പുതിയ ഊരുകൂട്ടം രൂപപ്പെട്ടപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒന്നും നൽകപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ശക്തമായ പ്രബലമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ശക്തമായി പഠിക്കാനും സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണി വിഭാഗത്തിൻ്റെയും ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന കുറിച്ച് വിഭാഗത്തിനൊരു താരതമ്യ പഠനം നടത്തി ഊരുകൂട്ടം എന്തുമാത്രം അവരെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ സാമൂഹിക ജീവിതത്തിൽ അവരെ ക്വാളിറ്റി എന്തുമാത്രം, മേന്മ എന്തുമാത്രം വളർന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കാനായിരുന്നു എൻ്റെ പഠനം. അങ്ങനെയാണ് ഞാൻ ഈ ഊരുകൂട്ട പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുക. അവിടെ ഹ്യൂമൻ റൈറ്റ്സ്, നമ്മുടെ നീതിബോധത്തോടെ അവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു പിന്താങ്ങൽ അല്ലെങ്കിൽ ഒരു കൈത്താങ് പോലെയാണ് എൻ്റെ പഠനം ആരംഭിക്കുക. അതാണ് കാരണം ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ഫാദർ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് പോയത് എന്ന് പറയുമ്പോൾ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല, പക്ഷേ നമ്മുടെ രാജ്യത്തെ മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും ശക്തമായ ഒരു നേതൃത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സാണ്. നമ്മുടെ മുഴുവൻ ഭരണതന്ത്രങ്ങളും ഇതിൻ്റെ കീഴിലാണ് രൂപപ്പെടുത്തുക, അണിനിരത്തുക. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആഴമായ പഠനം തീർച്ചയായിട്ടും ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന സമൂഹത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകളെ കൂടെ അവരുടെ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ചിന്തയ്ക്ക് അടിസ്ഥാനമിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ പഠനം ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കുക. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ HUIDയിലേക്ക് ISO BIS അംഗീകാരങ്ങളോടൊപ്പം
100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്, പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ,